സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അടിയറവ് പറഞ്ഞ് ലോകമെങ്ങും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്ന ദിനമാണ് ഇന്ന്. വിദേശാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ജീവൻ നൽകിയ ധീര നേതാക്കളെ സ്മരിക്കാൻ കൂടിയുള്ളതാണ് ഈ ദിനം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികളിൽ തെളിഞ്ഞു കാണാം ഒരു ജനതയുടെ അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹം. Commonwealth of Nations, I send you all my greetings and heartfelt wishes. ഇന്ത്യൻ ജനതയെ അടിമകളാക്കി വെച്ചിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം 1947 ഓഗസ്റ്റ് 14 അടിയറവ് പറഞ്ഞപ്പോൾ ലോകമെങ്ങുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അത് ഊർജം പകർന്നു. ഓഗസ്റ്റ് 15 പുലരി ഇന്ത്യൻ ജനതയ്ക്ക് ആഘോഷങ്ങളുടേതായിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു അഭിമാനത്തിന്റെ ത്രിവർണ പതാകയുയർത്തി. യൂണിയൻ ജാക്ക് താഴ്ത്തി തലകുനിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. പക്ഷേ ഈ സുന്ദര നിമിഷത്തിനു വേണ്ടി എണ്ണമറ്റ സമരഭടന്മാർക്ക് സ്വന്തം ജീവിതങ്ങൾ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. അഹിംസയിലൂന്നി ഗാന്ധിജി തെളിച്ച പാതയിലൂടെ ദേശീയ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരന്ന ധീരരായ ദേശാഭിമാനികളുടെ ജീവന്റെ വിലയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യയെ സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയത് ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഈ നേതാക്കളാണ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു. പൂർവികർ പകർന്നു നൽകിയ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ഈ മഹാരാജ്യം മുന്നോട്ട് കുതിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും ഭാഷകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വൈവിധ്യത്തിനും ഇടയിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരനും അഭിമാനിക്കാം, മഹത്തായ ഒരു സംസ്കൃതിയുടെ പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ. ഒപ്പം പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം. സ്വാതന്ത്ര്യ ദിനാശംസകളോടെ ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.